ഇന്ന് നമുക്ക് സ്വീറ്റ് പൊട്ടറ്റോ അഥവാ മധുരക്കിഴങ്ങ് ഉപയോഗിച്ചിട്ട് ആരും ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു സ്നാക്ക് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സ്വീറ്റ് പൊട്ടറ്റോ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ മേലുള്ള ചെളിയെല്ലാം നല്ലപോലെ കഴുകി കളഞ്ഞിട്ട് തൊലിയോടുകൂടി തന്നെ ഒന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ചധികം നെയ്യാക്കി കൊടുക്കുക. നെയ്യോ ബട്ടറോ നിങ്ങളുടെ ഇഷ്ടത്തിന്. ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കരുത്. നെയ്യില്ലെങ്കിൽ ബട്ടർ ഏതെങ്കിലും ആക്കി കൊടുത്തതിന് ശേഷം അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ഈ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള സ്വീറ്റ് പൊട്ടറ്റോ അതിൻ്റെ മുകളിൽ ഒന്നൊന്നായിട്ട് ഒന്ന് നിരത്തി കൊടുക്കണം കേട്ടോ. അതായത് നമ്മൾ അരിഞ്ഞെടുക്കുന്ന സമയത്ത് കുറച്ച് കട്ടി കുറഞ്ഞിട്ട് ഒന്ന് അരിഞ്ഞെടുക്കാനായിട്ട് ശ്രമിച്ചാൽ മാത്രം മതി. ഒരുപാട് കട്ടിയാൽ വെന്ത് കിട്ടാനായിട്ട് പാടുണ്ടാവും. അപ്പോൾ ഞാനിവിടെ ഒരുവിധം കനം കുറച്ചിട്ട് തന്നെയാണ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ നമുക്കറിയാവുന്ന പോലെ തന്നെ സ്വീറ്റ് പൊട്ടറ്റോയിൽ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. വൈറ്റമിൻ B6 ഉണ്ട്. അത് നമ്മുടെ ഹൃദയാഘാതത്തിനുള്ള സാധ്യത കുറയ്ക്കും. അതുപോലെ സ്ത്രീകൾക്കാണെങ്കിലും ഈസ്ട്രജൻ്റെ അളവൊക്കെ കുറഞ്ഞിട്ടുള്ള ആളുകൾക്ക് ഇത് സ്ഥിരമായിട്ട് കഴിച്ചാൽ നോർമലായിട്ട് നമ്മുടെ ശരീരത്തിൽ ഈസ്ട്രജൻ്റെ ഉൽപ്പാദനം നടക്കാനൊക്കെ ആയിട്ട് സഹായിക്കും. അതേപോലെ നമുക്ക് വയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ഈ സ്വീറ്റ് പൊട്ടറ്റോ നല്ലതാണ് കേട്ടോ. ഗട്ട് ഹെൽത്തിന് വളരെ ഗുണം ചെയ്യുന്ന ഒന്നാണ് സ്വീറ്റ് പൊട്ടറ്റോ. ഷുഗർ പേഷ്യൻസിനും എല്ലാം കഴിക്കാൻ പറ്റും. നമ്മൾ വിചാരിക്കും ഇതിന് മധുരം ഉള്ളതുകൊണ്ട് ഷുഗർ പേഷ്യൻസ് കഴിക്കാൻ പറ്റുമോ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഇതിൻ്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് കഴിച്ചുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അതേപോലെ തന്നെ മലബന്ധമുള്ളവർക്കൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അതിനുള്ള പരിഹാരം എന്ന രീതിയിലൊക്കെ നമുക്ക് എല്ലാ ദിവസവും നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുള്ള ഒരു വെജിറ്റബിൾ അല്ലേ സ്വീറ്റ് പൊട്ടറ്റോ. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ എപ്പോഴും പുഴുങ്ങിയല്ലേ നമ്മൾ കഴിക്കുക. അപ്പോൾ ഒരു കുറച്ച് വ്യത്യസ്തമായ രീതിയിലൊക്കെ നമ്മൾ ഇടയ്ക്ക് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്താൽ കുട്ടികളും കഴിക്കും കേട്ടോ. പൊതുവെ കുട്ടികൾക്കൊക്കെ പുഴുങ്ങി കൊടുത്താൽ കഴിക്കാൻ മടിയുള്ളൊരു സാധനമാണ് ഈ മധുരക്കിഴങ്ങ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പഴം നെയ്യിൽ വാട്ടില്ലേ അങ്ങനെയും എടുക്കാം. അതായത് സോഫ്റ്റ് ആയിട്ട് വരുന്നൊരു സമയത്ത് വേണമെങ്കിൽ നമുക്കിത് കോരിയെടുക്കാം. അല്ലെങ്കിൽ നല്ല ക്രിസ്പി ആയി വരുന്ന സമയത്തും എടുക്കാം. ക്രിസ്പി ആയിട്ട് വരുന്ന സമയത്ത് കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അങ്ങനെ എടുക്കാം. നമുക്കാണെങ്കിൽ ഒന്ന് സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിൽ എടുക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ പിന്നെ ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് മധുരത്തിന് വേണ്ടിയിട്ട്. അത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അത് ഹെൽത്തിന് നല്ലതാണെന്ന് ഞാൻ പറയില്ല. അപ്പോൾ അത് സ്കിപ്പ് ചെയ്തിട്ട് നമുക്കിത് കോരി മാറ്റിയ ശേഷം വേണമെങ്കിൽ അതിലേക്ക് കുറച്ച് ഹണിയോ ഒക്കെ ആക്കി കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ എന്തായാലും പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് മെൽറ്റായിട്ട് ഇതിൻ്റെ മുകളിൽ ഒന്ന് പിടിച്ച് വരുമ്പോൾ ഒന്നും കൂടി നല്ല ക്രഞ്ചിനെസ് ഉണ്ടാവും. അതുപോലെ കുറച്ചും കൂടി മധുരം ഉണ്ടാകും. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ പഞ്ചസാര ഇട്ട് കൊടുക്കണമെന്ന്. നമുക്ക് കഴിക്കുന്ന സമയത്ത് വെറുതെ കഴിക്കുന്നത് തന്നെയാണ് നല്ലത്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹണി ചേർത്തിട്ട് കഴിക്കും. അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഇതേപോലെ ഇത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ട് ബാക്കിയുള്ള സ്വീറ്റ് പൊട്ടറ്റോയും കൂടി ഇതേപോലെ നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യിൽ തന്നെയാണ് കുറച്ചുകൂടി ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല, ഞാനിതുവരെ ഇതാരും ചെയ്യണ കണ്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം കേട്ടോ. അതായത് നമ്മളെപ്പോഴും ഒരേ രീതിയിൽ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു മടുപ്പുണ്ടാവില്ല. അപ്പോൾ ആ മടുപ്പുള്ള സമയത്ത് ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പി തന്നെയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതേപോലെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കല്ലേ. അതേപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. ഇപ്പം ഞാനിത് പൊട്ടിച്ച് കാണിച്ച് തരുന്നുണ്ട്. നല്ല നമ്മുടെ പപ്പടമൊക്കെ പൊട്ടിക്കുന്ന പോലെ തന്നെ നല്ലോണം പൊട്ടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം ഞാനിതുപോലെ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതുപോലെ വെറൈറ്റി റെസിപ്പി ആയിട്ട് കാണും വരെ എല്ലാവർക്കും ബൈ.